ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു തൃശ്ശൂർ ജില്ലയിലൊക്കെ പ്രത്യേകിച്ചും കഴിഞ്ഞ സുരേഷ് ഗോപിയുടെ തെരഞ്ഞെടുപ്പോട് കൂടി നിരവധി ക്രൈസ്തവ സഹോദരന്മാർ, നിരവധി പള്ളികളിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതല വഹിക്കുന്നവർ, പമ്പ് കമ്മിറ്റി പ്രസിഡന്റ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആ സമൂഹവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ, അതിൻ്റെ സോഷ്യൽ ഫോറം തുടങ്ങിയിട്ടുള്ള ഒരുപാട് ആക്ടിവിറ്റികളുണ്ട്. അതിൽ പ്രവർത്തിക്കുന്നവർ പോലും ഞങ്ങൾ മനസ്സിലാക്കിയിടത്തോളം, അതായത് വളരെ കൃത്യമായിട്ട് ആ ക്രിസ്ത്യൻ ആശയങ്ങൾ അല്ലെങ്കിൽ വ്യക്തമായ വിശ്വാസം ഉയർത്തിപ്പിടിച്ച് പ്രവർത്തിക്കുന്നവർ പോലും ഭാരതീയ ജനതാ പാർട്ടിയിൽ സുരേഷ് ഗോപിയുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വന്നു. അതുകൊണ്ടാണ് 75,000 വോട്ടിന് സുരേഷ് ഏട്ടൻ ജയിച്ചത്. പഞ്ചായത്തിൽ ഇവിടെയൊക്കെ വികസനം നടന്നു എന്ന് പറയുന്നത് CPM നേതാക്കന്മാർക്ക് മാത്രമേ വികസനം ഉണ്ടായുള്ളൂ. നാടിന് വികസനം ഉണ്ടായില്ല. പിന്നെ കമ്മീഷൻ കൈപ്പറ്റുന്ന വികസന പ്രവർത്തനങ്ങൾ മാത്രമാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്, കാലാകാലങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ജനങ്ങൾ ഇപ്പം തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ്. നമസ്കാരം. ചാലക്കുടി നിയോജക മണ്ഡലത്തിൽ വലിയ തരത്തിൽ BJPയുടെ പ്രവർത്തനം വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണിപ്പോൾ. ഇത് ഏറ്റവും പ്രധാനമായിട്ട് BJPയുടെ സംഘടനാ മണ്ഡലമായിട്ടുള്ള കൊരട്ടിയിൽ ഏകദേശം 105ഓളം ആളുകളാണ് ഇപ്പോൾ BJPയിൽ അംഗത്വമെടുത്ത് മുന്നോട്ട് വരാൻ പോകുന്നത്. അടുത്ത ദിവസമാണ് പരിപാടി. ഇതിനോട് മുന്നോടിയായിട്ട് BJPയുടെ ചാലക്കുടിയുടെ ചുമതലയുള്ള കുറച്ച് കാര്യകർത്താക്കൾ നമ്മോടൊപ്പം ചേരുകയാണ്. ഇവരോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം എന്താണ് പെട്ടെന്ന് ഇതുപോലെ ഒരുപാട് ആളുകൾ BJPയിൽ അംഗത്വമെടുത്ത് വരുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്തായിരിക്കും എന്നുള്ളത്. ചേട്ടാ നമസ്കാരം. നമസ്കാരം. പേരെന്തായിരുന്നു? പേര് കൃപേഷ്. ചുമതല എന്താണ്? BJPയുടെ തൃശ്ശൂർ സൗത്ത് ജില്ലാ ജനറൽ സെക്രട്ടറിയാണ്. ചേട്ടാ, ഇപ്പോൾ ചാലക്കുടി നിയോജകമണ്ഡലത്തിലെ BJPയുടെ സംഘടനാ മണ്ഡലമായിട്ടുള്ള കൊരട്ടിയിൽ നിരവധി ആളുകൾ BJPയിലേക്ക് വരികയാണ്. എങ്ങനെ കാണുന്നു ഈ ഒരു സമയത്ത്? എന്താണ് കാരണം? എന്താണ് ഇങ്ങനെ ഒരു പെട്ടെന്ന് ഇതുപോലൊരു കുതിച്ചുചാട്ടം എങ്ങനെ ഉണ്ടായി? കഴിഞ്ഞ കുറച്ച് നാളുകളായി ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് പൊതുവെ എല്ലാ വിഭാഗങ്ങളിൽ നിന്നും ആളുകളെ ആകർഷിച്ചുകൊണ്ടിരിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നിരവധി കേന്ദ്ര പദ്ധതികൾ, നിരവധി വികസന പ്രവർത്തനങ്ങൾ തന്നെയാണ് ജനങ്ങൾക്ക് ഭാരതീയ ജനതാ പാർട്ടിയിൽ ആകർഷണമാവാനുള്ള കാരണം. ചാലക്കുടി നിയോജകമണ്ഡലത്തിലെ കൊരട്ടി മണ്ഡലം എന്ന് പറയുമ്പോൾ 4-5 പഞ്ചായത്തുകൾ ഉൾപ്പെടുന്നതാണ് കൊരട്ടി സംഘടനാ മണ്ഡലം. അവിടെ കഴിഞ്ഞ 24-ാം തീയതി 26 പേർ, ഒരു റിട്ടയേർഡ് തഹസിൽദാർ അടക്കമുള്ള 26 പേർ ഭാരതീയ ജനതാ പാർട്ടിയിൽ അംഗത്വമെടുത്തു. വിവിധ പാർട്ടികളിൽ ഉണ്ടായിരുന്നവരാണ്. അതിനുശേഷം ചാലക്കുടിയിൽ ഒരു വലിയ പരിപാടി, ശ്രീമതി ശോഭാ സുരേന്ദ്രൻ വന്ന് വലിയൊരു പരിപാടിയിൽ 100-ലധികം ആളുകൾ അവിടെയും അംഗത്വമെടുത്തു. ഇപ്പോൾ പുതിയതായി ഈ ഒഴുക്കിൻ്റെ ഭാഗമായി ഇപ്പോൾ കൊരട്ടിയിലുള്ള മുഴുവൻ സ്ഥലങ്ങളിൽ നിന്നുമായി 103 പേർ ഭാരതീയ ജനതാ പാർട്ടിയിൽ ഈ കൊരട്ടി സെൻറ്ററിൽ വെച്ച് BJPയുടെ സമാരാധനായിട്ടുള്ള സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സുരേഷ് ഏട്ടൻ വന്നുകൊണ്ട് അവർക്ക് അംഗത്വം കൊടുക്കുന്നു. പൊതുവിൽ ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് വെച്ചിട്ടുള്ള വികസിത ഭാരതം, ആ വികസിത കാഴ്ചപ്പാടിൽ അതിനെ മനസ്സിലാക്കിക്കൊണ്ടാണ് കുറേ ആളുകൾ, അത് മതമോ ജാതിയോ രാഷ്ട്രീയമോ ഒരു കാര്യവും വകവയ്ക്കാതെ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാവുന്നത്. പലരും BJPയുടെ നേതാക്കളെ വിളിച്ച് എനിക്ക് BJPയിൽ ചേരണം എന്ന് പറയുന്ന ഒരു സാഹചര്യം ഇവിടെ നിലനിൽക്കുന്നു. അത് നരേന്ദ്രമോദിജിയുടെ ആ വികസന ഭാരതവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. രാജീവ് ചന്ദ്രശേഖർജി മുന്നോട്ട് വെച്ചിട്ടുള്ള വികസിത കേരളം, അതിൽ ആകൃഷ്ടരായിട്ടുള്ള മറ്റു 2 പാർട്ടികളിൽ മനം മടുത്ത, അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനങ്ങൾ കൊണ്ട്, കാലങ്ങളായിട്ടുള്ള അവരുടെ ഭരണം കൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി ഭാവിയിൽ വിജയിക്കാൻ പോകുന്നു. ഭാരതീയ ജനതാ പാർട്ടി 100 വർഷം ആയിട്ടുള്ള ഒരു പാർട്ടി, 3 തലമുറകൾ പിന്നിട്ടിട്ടുള്ള ഒരു പാർട്ടിയിൽ അത് വലിയൊരു കുടുംബമായി ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ പാർട്ടിയായി മാറിയിരിക്കുന്നു. ഇത് ഒരു ചെറിയ കാര്യമല്ല. വികസനമാണെങ്കിൽ ഈ എല്ലാ മേഖലയിലും, ഇപ്പോൾ ഈ ചാലക്കുടിയിൽ നിന്നല്ല, എല്ലാ മേഖലയിലും ഒരു വീട്ടിൽ ഏതെങ്കിലും ഒരു കേന്ദ്ര പദ്ധതി ലഭിക്കാത്ത വീടുകളില്ല. ഒന്നുകിൽ ജൻ ഔഷധിയിൽ നിന്ന് മരുന്ന് വാങ്ങിക്കുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ കിസാൻ സമ്മാൻ നിധി തുടങ്ങിയിട്ടുള്ള ഇൻഷുറൻസ് പദ്ധതികൾ, ഇന്ന് നിലവിൽ നടക്കുന്ന വികസനങ്ങൾ, നമ്മുടെ മുന്നിലൂടെ പോകുന്ന ഈ ഹൈവേ, ഇവിടെ നടക്കുന്ന വികസനങ്ങൾ, അപ്പുറത്ത് 66 നടക്കുന്ന വികസനങ്ങൾ. അപ്പോൾ വികസനം എന്നുള്ളത് മാത്രം വെച്ചുകൊണ്ടാണ് ജനം ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ നിരവധി ക്രൈസ്തവർ BJPയിൽ ഈ ഒരു തവണ മെമ്പർഷിപ്പ് എടുത്ത് മുന്നോട്ട് വരുന്നുണ്ട് എന്നുള്ളൊരു കേൾവിയുണ്ട്. അത് ശരിയാണോ? തീർച്ചയായിട്ടും ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു തൃശ്ശൂർ ജില്ലയിലൊക്കെ പ്രത്യേകിച്ചും കഴിഞ്ഞ സുരേഷ് ഗോപിയുടെ തെരഞ്ഞെടുപ്പോട് കൂടി നിരവധി ക്രൈസ്തവ സഹോദരന്മാർ, നിരവധി പള്ളികളിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതല വഹിക്കുന്നവർ, പമ്പ് കമ്മിറ്റി പ്രസിഡന്റ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആ സമൂഹവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ, അതിൻ്റെ സോഷ്യൽ ഫോറം തുടങ്ങിയിട്ടുള്ള ഒരുപാട് ആക്ടിവിറ്റികളുണ്ട്. അതിൽ പ്രവർത്തിക്കുന്നവർ പോലും ഞങ്ങൾ മനസ്സിലാക്കിയിടത്തോളം, അതായത് വളരെ കൃത്യമായിട്ട് ആ ക്രിസ്ത്യൻ ആശയങ്ങൾ അല്ലെങ്കിൽ വ്യക്തമായ വിശ്വാസം ഉയർത്തിപ്പിടിച്ച് പ്രവർത്തിക്കുന്നവർ പോലും
ഭാരതീയ ജനതാ പാർട്ടിയിൽ സുരേഷ് ഗോപിയുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വന്നു. അതുകൊണ്ടാണ് 75,000 വോട്ടിന് സുരേഷ് ഏട്ടൻ ജയിച്ചത്. ഇപ്പം എല്ലാ വിഭാഗങ്ങളിൽ നിന്നും BJP-യിലേക്കുള്ള ആ വരവ് അത് പാർട്ടിയെ ശക്തിപ്പെടുത്തിയിട്ടുണ്ട്, വിജയിച്ചിട്ടുണ്ട്. ഇപ്പോൾ അതിൻ്റെ ഒരു അലയൊലികൾ തൃശ്ശൂർ ജില്ലയിലും കേരളത്തിൻ്റെ നാനാഭാഗങ്ങളിലും പ്രത്യേകിച്ച് കൊരട്ടിയിലും ചാലക്കുടിയിലുമൊക്കെ ഇപ്പം കഴിഞ്ഞ 26-ാം തീയതി വന്നതിൽ നിരവധി ക്രിസ്ത്യൻ സഹോദരന്മാരുണ്ട്. ഇപ്പോൾ ചാലക്കുടിയിൽ പാർട്ടിയിലേക്ക് വന്നവരിൽ നിരവധി ക്രിസ്ത്യൻ സഹോദരന്മാരും സഹോദരിമാരുണ്ട്. ഇപ്പോൾ ഇവിടെയും വരുന്നതിലും ക്രിസ്ത്യൻ സഹോദരന്മാരും സഹോദരിമാരുമുണ്ട്. അത് തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ മോദിജിയുടെ വികസനം എല്ലാവരെയും, എല്ലാ മതങ്ങളെയും, അവരുടെ വിശ്വാസങ്ങളെയും, അവരുടെ എല്ലാത്തിനെയും ഒന്നായി കാണുന്ന നരേന്ദ്രമോദിജി സർക്കാരിൻ്റെ, നരേന്ദ്രമോദിജിയുടെ ആ വികസനം അത് കണ്ണടച്ച് നിൽക്കാൻ, അതിന് നേരെ കണ്ണ് തുറന്ന് കാണാതിരിക്കാൻ ആർക്കും കഴിയില്ല എന്നാണ്. അതുകൊണ്ടാണ് സത്യത്തിൽ വരുന്നതെന്നാണ് ഞങ്ങൾ അതിന് വിലയിരുത്തുന്നത്. ചേട്ടാ നമസ്കാരം. പേരെന്തായിരുന്നു? തീരുമാനമോ എന്താ സംഘടന ചുമതല? എന്താ? കൊരട്ടി മണ്ഡലം ജനറൽ സെക്രട്ടറിയാണ് BJP-യുടെ. ചേട്ടാ, ഇപ്പോൾ ഈ വരാനിരിക്കുന്ന ത്രിതല പഞ്ചായത്ത് ഇലക്ഷനിൽ എത്രത്തോളം മാറ്റങ്ങൾ ഉണ്ടാകാൻ ഇവിടെ സാധ്യതയുണ്ട്? കൊരട്ടിയൊക്കെ സംബന്ധിച്ച് വലിയ മാറ്റം ഉണ്ടാവും, വലിയ മാറ്റം. കാരണം CPM-ൽ നിന്നും കോൺഗ്രസിനെയും വെറുത്ത് നിൽക്കുന്ന ആളുകൾക്ക്, പുതിയ വികസനം കാഴ്ചപ്പാടുള്ള ആളുകൾക്ക് BJP-യിലേക്ക് കടന്നു വരുന്നുണ്ട്. ഇപ്പോൾ അത് വർഷങ്ങളായിട്ട് ഇവിടെ LDF-ഉം UDF ഒക്കെ മാറി മാറി ഭരിക്കുന്ന പഞ്ചായത്തുകളാണ് ചാലക്കുടി നിയോജക മണ്ഡലത്തിലെ ഈ ഒരു പ്രദേശത്തുള്ളത്. അപ്പോൾ ഇതിൽ BJP-ക്ക് ഒരു പഞ്ചായത്ത് ഇവിടെ ഭരിക്കാൻ സാധിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതൊരു ചെറിയ കാര്യമല്ല, വലിയ കാര്യമാണ്. BJP-യെ സംബന്ധിച്ച് അങ്ങനെ ഒരു സാധ്യത ഇത്തവണ ഉണ്ടോ? ഉണ്ട്. അതിൻ്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, പഞ്ചായത്തിൽ ഇവിടെയൊക്കെ വികസനം നടന്നു എന്ന് പറയുന്നത് CPM നേതാക്കന്മാർക്ക് മാത്രമേ വികസനം ഉണ്ടായുള്ളൂ. നാടിന് വികസനം ഉണ്ടായില്ല. പിന്നെ കമ്മീഷൻ കൈപ്പറ്റുന്ന വികസന പ്രവർത്തനങ്ങൾ മാത്രമാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്, കാലാകാലങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ജനങ്ങൾ ഇപ്പോൾ തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് കൊരട്ടിയൊക്കെ സംബന്ധിച്ച്, കൊരട്ടി ഒരു IT നഗരമാണ്. ഇൻഫോ പാർക്ക്, ഇൻഫ്ര അതുപോലുള്ള സ്ഥലങ്ങളുണ്ട്. അതുപോലെ കുറേ വികസന സാധ്യതകൾ, ഇന്ത്യൻ പ്രസിൻ്റെ സ്ഥലങ്ങളുണ്ട്. ഇവിടെ ഒരു ഗാന്ധിഗ്രാം ത്വക്ക് രോഗ ആശുപത്രിയുടെ 128 ഏക്കർ സ്ഥലം സർക്കാരിൻ്റെ കിടക്കുന്നുണ്ട്. അങ്ങനെ വികസനത്തിന് അനന്തമായ സാധ്യതകൾ നിൽക്കുമ്പോഴും ഇവിടെ ചില പരസ്യങ്ങളും PR വർക്കുകളും കമ്മീഷൻ പറ്റുന്നതുമായ വർക്കുകളല്ലാതെ അതിനപ്പുറത്ത് ഒന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ചേച്ചി നമസ്കാരം. നമസ്കാരം ചേച്ചി. എങ്ങനെയുണ്ട് ഇപ്പോൾ ചേച്ചിയുടെയൊക്കെ ഒരു സംഘടനാ ജീവിതത്തിൽ? വർഷങ്ങളായിട്ട് BJP-യിൽ പ്രവർത്തിക്കുന്ന ആളാണ്, BJP-യുടെ സ്ഥാനാർത്ഥിയായിരുന്നു. അപ്പോൾ ഈ ഒരു സമയത്ത് വർഷങ്ങളായിട്ട് BJP-യിൽ പ്രവർത്തിച്ചു വരുന്നതിൻ്റെ ഇടയിൽ ഇപ്പോൾ പാർട്ടിയിലുണ്ടായിരിക്കുന്ന ഈ മാറ്റങ്ങൾ കാണുമ്പോൾ എന്ത് തോന്നുന്നു? ഇപ്പോൾ സന്തോഷമാണ് തോന്നണേ. കാരണം എല്ലാ വശത്തുനിന്നും ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ഞങ്ങൾക്കും ഒരു പ്രചോദനമാണ്, സന്തോഷമാണ്. ഞങ്ങൾ അവരോടൊപ്പം തന്നെ നല്ല സഹകരണത്തിൽ കൊണ്ടുനടക്കണം. പ്രധാനമന്ത്രിയുടെ ഇതുകൊണ്ടാണ് നമുക്ക് വരുന്നത്. എന്തെങ്കിലും നമ്മുടെ ഓരോ കാര്യങ്ങളും നമ്മുടെ എല്ലാവർക്കും ഈ വരുന്ന കാര്യങ്ങൾ എല്ലാവർക്കും കിട്ടണില്ല. പക്ഷെ അതെന്ന് വെച്ചാൽ ഞങ്ങളിപ്പോൾ വെച്ചാൽ പ്രധാനമന്ത്രി തരുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഈ പറഞ്ഞ മാതിരി കിസാൻ്റെ കിട്ടുന്നുണ്ട്, ഇൻഷുറൻസ് ഉണ്ട്. പക്ഷെ ഇപ്പോൾ ഒരു പുതിയ 70 വയസ്സായ ആൾക്ക് വേണ്ടി ഇൻഷുറൻസ് ഉണ്ട്. അത് ഇപ്പോൾ കേരളം മാത്രം പാസ്സാക്കാണ്ട് ഇട്ടേക്കാണ്. അതൊക്കെ കാണുമ്പോഴാണ് ജനങ്ങൾക്ക് നമ്മളെ ജയിപ്പിച്ച് നമ്മൾ കയറി ചെന്നാൽ നമുക്ക് കയറി വിജയിച്ചാലാണ് നമ്മുടെ പഞ്ചായത്തുകൾ നടപ്പിലാക്കാനൊക്കെ പറ്റുള്ളൂ. കേരളത്തിനോട് പറഞ്ഞു അത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ വയസ്സന്മാരായ കുറേ ആൾക്കാർ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൾക്കാരുണ്ട്. പൈസയ്ക്ക് മരുന്ന് മേടിക്കാനും ഈ ഇൻഷുറൻസ് കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് ഫ്രീ ആയിട്ട് മരുന്ന് മേടിക്കാം. അതുകൂടി ഒക്കെ ആഗ്രഹിക്കുമ്പോൾ എല്ലാവരും നമ്മളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ BJP-യുടെ സാധ്യതകൾ എങ്ങനെ കാണുന്നു ഈ വരുന്ന പഞ്ചായത്ത് ഇലക്ഷനിൽ? അതിൽ പ്രത്യേകിച്ച് സ്ത്രീ വോട്ടർമാർ രാജ്യത്ത് ഏറ്റവും കൂടുതൽ BJP-യാണ് പിന്തുണക്കുന്നത്. രാജ്യത്ത് ഒരു തിരഞ്ഞെടുപ്പ് നടന്നാലും, പാർലമെൻറ്റ് ഇലക്ഷൻ ആയിക്കോട്ടെ, ഏതൊരു സംസ്ഥാനത്ത് നിയമസഭ ഇലക്ഷൻ നടന്നാലും സ്ത്രീ വോട്ടർമാരാണ് ഏറ്റവും കൂടുതൽ BJP പിന്തുണക്കുന്നത്. അത് സുരേഷ് ഗോപിക്ക് പോലും ആ ഒരു പിന്തുണ നിസ്സാരമായിരുന്നില്ല. അപ്പോൾ ഇവിടുത്തെ ഒരു സിറ്റുവേഷനിൽ സ്ത്രീ ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ എങ്ങനെ കാണുന്നു ഈ ഒരു അവസ്ഥ? എങ്ങനെയാണ് സ്ത്രീകൾ എന്ന് ഉദ്ദേശിച്ച് വരാണെങ്കിൽ സ്ത്രീകൾ ഇനിയും വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ നമ്മൾ കഴിഞ്ഞ ഇതിൽ പറഞ്ഞിരുന്നല്ലോ, വന്നത് റിട്ടയർഡായ സ്ത്രീകളാണ് ഇപ്പോൾ ഇതിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഇനിയും വന്നുകൊണ്ടിരിക്കുന്നതും ഈ റിട്ടയർഡായ ആൾക്കാർ തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് കാരണം കൊണ്ട് അത് നല്ലൊരു ഇതാണ്. ഏറ്റവും പ്രധാനമായിട്ട് BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിലേക്ക് ഒരുപാട് നാളുകളായിട്ട് ഇപ്പോൾ നിരവധി ആളുകൾ CPM ആയിക്കോട്ടെ, കോൺഗ്രസ് ആയിക്കോട്ടെ, ആം ആദ്മി ആയിക്കോട്ടെ, ഇതുപോലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ നിന്ന് BJP-യിൽ അംഗത്വമെടുത്ത് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും തരത്തിലുള്ള ചലനമുണ്ടാകുമോ എന്നുള്ളത് നമുക്കിനി കണ്ട് കാണാം. വരാനിരിക്കുന്ന നാളുകൾ നമ്മുടെ കേരള രാഷ്ട്രീയത്തിൽ വലിയ ചരിത്രപരമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാകുന്നതിനെ പ്രതീക്ഷിക്കാം. ചാലക്കുടിയിൽ നിന്നും വിപിൻ ലാൽ, ഫാസ്റ്റ് റിപ്പോർട്ട്സ്.